ഈ ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. കാൽക്കുലേഷൻസ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ഈ 116 ചെയിൻസിൽ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് 35 ചെയിൻസ് ഇവിടെ പോകും, 35 ചെയിൻസ് ഈ ഒരു വശത്ത് പോകും. സൈഡുകളിൽ ഓരോ സൈഡിലും 23 ചെയിൻസ് വീതം നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പം മൊത്തം നമുക്ക് എത്ര കിട്ടി? 116. ഓരോ കോർണറിലും നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നും 116 ചെയിൻസ് ഉണ്ടെന്ന് ഉറപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ നോക്കണേ. നമ്മളിനി ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഒരു കോർണറിലല്ലേ നമ്മളിപ്പോൾ തിരികുന്നത്. നമുക്ക് ഇൻക്രീസിങ് ചെയ്താലോ? ചെയിൻ 3 ആണ് ചെയ്യുന്നത്. ചെയിൻ 3 ചെയ്തതിന് ശേഷം ചെയിൻ 2 ചെയ്യുക. അതാണ് നമ്മളുടെ ഇൻക്രീസിങ്ങിന് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെയിൻ 3 ചെയ്തത് ഈ ഒരു സ്പേസിലേക്കാണല്ലോ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്പേസിലേക്ക് തന്നെ ഡബിൾ ക്രോഷേ ഇട്ട് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഫസ്റ്റത്തെ ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ട്. ചെയിൻ 1 ചെയ്യുക, താഴെ ഒരെണ്ണം സ്കിപ്പ് ചെയ്യുക, തൊട്ടിപ്പുറത്തുള്ളതിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, താഴെ ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് ഇപ്പുറത്ത് കൊടുത്തു. അതുപോലെ തന്നെ ചെയിൻ 1 ചെയ്യുക, ഇടതുവശത്തുള്ള ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് തൊട്ടടുത്തുള്ളതിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ആയിരിക്കും നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇത്രയും ഓരോന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടം വരെ എത്തുക, മാർക്ക് ചെയ്തിടത്തോളം വരെ എത്തുക. ഈ കോർണർ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതേ താഴെ ഒരെണ്ണം കൂടി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ചെയ്തിട്ടുള്ള ചെയിനിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ചെയിൻ 1 ചെയ്ത് ഈ ഒരു കോർണർ സ്പേസിലേക്കും കൂടി വർക്ക് ചെയ്യുകയാണ്. സ്റ്റിച്ച് മാർക്കർ ഞാൻ മാറ്റട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ഇട്ട് കൊടുക്കുന്നു. ഇനി അതിലേക്കാണ് ചെയിൻ 2 ചെയ്ത് ഒരു ഡബിൾ ക്രോഷേയും ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ഇൻക്രീസിങ്ങും തീർത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഇൻക്രീസ്, ഇവിടെ ഒരു ഇൻക്രീസാണ് ചെയ്തിട്ടുള്ളത്. ചെയിൻ 1 ചെയ്യുക, താഴെ ഒരെണ്ണം സ്കിപ്പ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യൂ. ഇവിടം വരെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയിൻ 1 ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. 1 2 3 ഈ ഒരു മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റോ 1 ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ വെച്ച് നോക്കുക, ഒന്നിട്ട് നോക്കുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയിൻ 3 ഈ ഒരു സ്പേസ് നിങ്ങൾ കാണുന്നില്ല. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് വർക്ക് ചെയ്യാനായിട്ട് പോണത്. ഒരു ചെയിനും കൂടി ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നടുക്ക് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള ചെയിനിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ്ലി ഇട്ട് കൊടുത്താലും മതി. ഇനി ചെയിൻ 2 ദെൻ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ചെയിൻ 1 പ്രീവിയസ് റോൻ്റെ ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് ഒരു ഡബിൾ ക്രോഷയും കൂടി. അങ്ങനെ കണ്ട ഈ ഒരു റോലെ ഇൻക്രീസിങ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ചെയിൻ 1 ചെയ്തു, നടുക്കുള്ള ആ ഒരു ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ഇട്ട് കൊടുത്തതിന് ശേഷം 2 ചെയിൻസ് ചെയ്യുന്നു. പിന്നെയും ആ സെയിം സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഡബിൾ ക്രോഷേ ഇടുന്നു. ചെയിൻ 1 ചെയ്ത് ഈ ഒരു ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് ഒരു ഡബിൾ ക്രോഷയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇൻക്രീസിങ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി സാധാ നമ്മൾ ചെയിൻ 1 സ്കിപ്പ് 1 ചെയ്യുന്നത് ചെയ്ത് മുന്നോട്ട് പോകും. 2 റോ കൂടി നിങ്ങളിനി റിപ്പീറ്റ് ചെയ്യാം. ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ഇൻക്രീസിങ്ങും സെയിം തന്നെയാണ്. സ്കിപ്പ് ചെയ്ത് ചെയ്യുന്ന മെഷസും സെയിം തന്നെയാണ്. ഓക്കെ, 2 കൂടി ചെയ്യൂ. എന്നിട്ട് നമുക്ക് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ മൊത്തം 4 റോസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 7 മെഷസ് സെൻറ്റർ കണക്കാക്കി നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ മെഷസ് ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്ലോറൽ ഡിസൈനും ആ ഒരു ഷേപ്പ് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം.
അപ്പോൾ ഇവിടുന്നും ഈക്വൽ നമ്പർ ഓഫ് മെഷസ് നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നടുക്കുള്ള ഭാഗം 7 മെഷസ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഒരെണ്ണമൊക്കെ കുറഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു സെൻറ്റർ കണക്കാക്കിയിട്ടുള്ള 7 മെഷസാണ് നമുക്ക് വേണ്ടത്. 4 മെഷസ് ക്ലോസ് ചെയ്ത് നോക്കാം. വലതുവശത്തു നിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെ, ഇങ്ങനെ ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിലേക്ക് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇരിക്കുന്നതാണ് എൻ്റെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ചെയിൻ 1 ചെയ്യാതെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഈ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ചെയ്താലും മതി, പക്ഷേ ഞാനിവിടെ കാണുന്ന ഒരു സ്കിപ്പ് ചെയ്തിട്ടുള്ള ചെയിനിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മെഷ് സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതാ ആദ്യത്തെ മെഷ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കൂടി ക്ലോസ് ചെയ്യുക. സെയിം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയുള്ള 3 മെഷസ് ഓപ്പൺ ആക്കി വയ്ക്കുക. ചെയിൻ 1 ചെയ്യുന്നു, സ്കിപ്ഡാണ് താഴെ, ഡബിൾ ക്രോഷേ ഇട്ട് കൊടുക്കുന്നു, ചെയിൻ 1 ചെയ്യുന്നു, 3 എണ്ണം ചെയ്യാം. ഇത് സിമെട്രിക്കലായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. സിമെട്രിക്കലായിട്ടുള്ള പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. ഈ വശത്തുള്ളത് അപ്പുറത്തെ വശത്തും വരുന്നതാണ്. ഇപ്പം ഇവിടെ 2 എണ്ണം ക്ലോസ് ചെയ്തു. ഇനി ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഇരിക്കുന്നതാണല്ലോ നമ്മുടെ 7ാമത്തെ വരുന്നത്. ഇവിടെ 2 എണ്ണം കൂടി ക്ലോസ് ചെയ്ത് കൊടുക്കാം. 2 എണ്ണം ഇവിടെ, 3 എണ്ണം ഓപ്പൺ, 2 എണ്ണം ക്ലോസ്ഡ്. അപ്പോൾ ഒരു മെഷിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേ വേണം. 1 2 3. ഈ ഡബിൾ ക്രോഷേ ഇപ്പുറത്തെ മെഷിലേക്ക് ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ഇതും കൂടി കൂട്ടിയിട്ട് വേണം 1 2 3. അങ്ങനെയാണ് നമ്മൾ മെഷസ് എണ്ണുന്നത്. ഇനി ഓപ്പൺ ആക്കി തന്നെ വെച്ചുകൊണ്ട് തുടങ്ങിയെടുത്ത് തന്നെ എത്തുക. ദെൻ നെക്സ്റ്റ് റോയിലുള്ള ക്ലോസ്ഡ് മെഷസ് തുടങ്ങാം. 6ാമത്തെ റോ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല, ഈ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി. നമുക്കറിയാമല്ലോ, ഇവിടെ ചെയ്താലും അവിടെ ചെയ്താലും ഒന്ന് തന്നെയാണ് വരാൻ പോണത്. ഈ ഒരു ഡിസൈൻ സിമെട്രിക്കലായതുകൊണ്ട് മാത്രമാണ് നമുക്കത് പ്രശ്നമില്ലാണ്ട് വരുന്നത്. കഴിഞ്ഞ റോയിൽ ഫില്ല് ചെയ്തിട്ടുള്ള മെഷിൻ്റെ വലതുവശത്താണല്ലോ എത്തിയിരിക്കുന്നത്, അവിടെ ഇട്ട് ഫില്ല് ചെയ്യുക. അങ്ങനെ 4 എണ്ണം നമ്മൾ ഫില്ല് ചെയ്ത് ഈ ഒരു ഓപ്പൺ മെഷ് ഉണ്ടല്ലോ ഇവിടം വരെ ഫില്ല് ചെയ്തിട്ട് ഒരെണ്ണം ഓപ്പൺ ആക്കി വയ്ക്കുക. ഇവിടെ ഫില്ല് ചെയ്ത് ഇതിൻ്റെ താഴെയുള്ളതോടത്തോളം വരെ കംപ്ലീറ്റ് ചെയ്യണം. 4 ക്ലോസ്ഡ്, 1 ഓപ്പൺ, ഇവിടെ 4 ക്ലോസ്ഡ്. പേര് റോയിലെ ക്ലോസ്ഡ് മെഷസ് കഴിഞ്ഞു. റോ 7ഉം 8ഉം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ഫിൽഡ് സ്ക്വയേഴ്സിൻ്റെ താഴെ ഫില്ലാക്കി തന്നെ വയ്ക്കുക. 4 സ്ക്വയറിന് താഴെ വരും, പിന്നെ 4 സ്ക്വയേഴ്സ് ഫിൽഡായിട്ട് തന്നെ വരും. വേറൊരു വ്യത്യാസമില്ല, ഇതിൻ്റെ താഴെയായിട്ട് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. 9ാമത്തെ റോ തുടങ്ങാം. ഇവിടെ നിന്ന് 1 2 3 ഇതിൻ്റെ താഴെയുള്ള 3 സ്ക്വയേഴ്സ് ഫില്ല് ചെയ്യണം. 3 ക്ലോസ്ഡ് മെഷ്, 1 ഓപ്പൺ, വീണ്ടും 3 ക്ലോസ്ഡ് മെഷ്, 1 ഓപ്പൺ, 3 ക്ലോസ്ഡ്, 1 ഓപ്പൺ, 3 ക്ലോസ്ഡ്. അതാണ് നമ്മുടെ ഈ ഒരു റോയിൽ. നിങ്ങൾക്ക് കണ്ടോ ഫ്ലോറൽ പാറ്റേണിൻ്റെ ഒരു പെറ്റൽസൊക്കെ ചെറുതായിട്ട് വിസിബിളായി വരുന്നുണ്ട്. ഈ റോ കംപ്ലീറ്റ് ചെയ്യൂ. പ്രീവിയസ് റോയിലെ 3 ക്ലോസ്ഡ് മെഷസിൻ്റെ ഇപ്പുറത്തായിട്ട് വലതുവശത്തായിട്ട് ഒരു ക്ലോസ്ഡ് മെഷും ഇവിടെയും ഒരു ക്ലോസ്ഡ് മെഷ്, അങ്ങനെ മൊത്തം 5 ക്ലോസ്ഡ് മെഷാണ് ഇതിൻ്റെ താഴെ വരാനായിട്ട് പോകുന്നത്. 5 എണ്ണം, 2 2 5 മൊത്തം ക്ലോസ്ഡ് മെഷസ് വരുന്നത്. ഓപ്പൺ ആക്കി വയ്ക്കുന്നത് ഈ 3 എണ്ണം മാത്രമാണ്. ക്ലോസ്ഡ് മെഷിൻ്റെ താഴെ ക്ലോസ് ചെയ്യുക. ഈ ക്ലോസ്ഡ് മെഷിൻ്റെ ഇപ്പുറത്ത് വരെ നമുക്ക് ക്ലോസ് ചെയ്യണം. ഈ സൈഡിലെ ലാസ്റ്റത്തെ മെഷ് നമ്മൾ ക്ലോസ് ചെയ്തു. 5 മെഷസ് ഓപ്പൺ ആക്കി വെക്കണം. അതായത് ഇവിടെ വരെ ഈ ക്ലോസ്ഡ് മെഷിൻ്റെ താഴെ വരെ ഓപ്പൺ ആക്കി വെക്കുന്നു. ഈ ഓപ്പൺ മെഷിൻ്റെ താഴെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടം വരെ, ഈ ക്ലോസ്ഡ് മെഷിൻ്റെ ഇവിടം വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു റോല് ഇത് തന്നെ ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നടുക്ക് 5 എണ്ണം ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് 6 എണ്ണം ക്ലോസ് ചെയ്യുന്നു.
5 എണ്ണം ഓപ്പൺ ആക്കി വെക്കുന്നു, 6 എണ്ണം വീണ്ടും ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത റോയിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമാണുള്ളത്. ഇതിൻ്റെ താഴെ ഒരു ഓപ്പൺ മെഷ് വെച്ചുകൊണ്ട് 5 ക്ലോസ്ഡ്, 1 ഓപ്പൺ, 3 ക്ലോസ്ഡ്, 1 ഓപ്പൺ, 5 ക്ലോസ്ഡ്, 1 ഓപ്പൺ. അപ്പോൾ അതെ, ഈ ഒരു കഴിഞ്ഞ റോയുടെ താഴെ നമുക്ക് വെക്കേണ്ട ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് മെഷസ് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇട്ട് നോക്കുക. ഇടുമ്പോൾ ഈ ഒരു വശമായിരിക്കുമല്ലോ ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത്. എന്നിട്ട് നോക്കേണ്ടത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നിങ്ങളുടെ ആ ഒരു ആംപിറ്റ് വരെ എത്തിയിട്ടുണ്ടോ എന്നൊന്ന് എൻഷുർ ചെയ്യുക. ദെൻ നമ്മൾ ആ 2 കോർണേഴ്സ് ജോയിൻ ചെയ്യാനായിട്ടാണ് പോണത്. അതിനു മുമ്പ് ഇവിടെയാണ് നമ്മൾ യൂഷ്വലി നമ്മുടെ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് ചെയിൻ 2 ഇട്ട് കൊടുത്ത് ഓരോ മെഷ് സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതവും, ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ വീതം, അങ്ങനെ വർക്ക് ചെയ്ത് ഈ ഒരു നിയറസ്റ്റ് കോർണർ വരെ എത്തണം. എന്തുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ കോർണറിലേക്ക് പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരം കൂടുതലാണ്. കണ്ടോ, ഇവിടെ നിന്ന് ഇവിടം വരെ എത്തണം. അതേസമയം ഇതാണ് ഇതിൻ്റെ നിയറസ്റ്റ് കോർണർ. അപ്പോൾ ഇവിടെ എത്തി ഈ ഒരു കോർണർ സ്പേസിൻ്റെ ഉള്ളിലേക്കും നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് 2 ഡബിൾ ക്രോഷ്യയാണ്. കോർണർ ആയതുകൊണ്ട് 2 ഡബിൾ ക്രോഷ്യ. ഈ ഒരു ഡബിൾ ക്രോഷ്യയുടെ മുകളിലായിട്ട് 2 ഡബിൾ ക്രോഷ്യയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ 13 ചെയിൻസ് ചെയ്യുക. ഇതൊരു പാലം പണിയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് താഴോട്ട് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 13 വേണ്ടി വരില്ല, കുറവേ വേണ്ടി വരും, മേ ബി കൂടുതലും വേണ്ടി വരാം. അപ്പം നിങ്ങളത് ഇട്ട് നോക്കി 13 ചെയ്ത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ടൈറ്റ് ആണെങ്കിൽ കുറച്ച് കൂട്ടി നമ്പേഴ്സ് മീൻസ് ചെയിൻസ് ഇട്ട് കൊടുത്താൽ മതി. ഈ കോർണറിലേക്ക് സെയിം തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ 2 ഇട്ട് കൊടുത്തുകൊണ്ടാണ് ജോയിൻ ചെയ്തത്. ദെൻ ഇതിൻ്റെ മുകളിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടി ഇട്ട് കൊടുത്തു. ദെൻ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ചെയിൻ 1 സ്കിപ്പ് 1 ചെയ്തിട്ടാണ് ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ മുതൽ സെൻറ്റർ വരെ നമ്മൾ എത്തണം. സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻ ദിസ് റോ ഇറ്റ്സ് വെരി സിമ്പിൾ. ക്ലോസ്ഡ് മെഷസിൻ്റെ താഴെ ക്ലോസ്ഡ് ആയിട്ട് തന്നെ വയ്ക്കുക. അതായത് 3 ക്ലോസ്ഡ് മെഷസ് സെൻറ്ററിൽ വരുന്നുള്ളൂ. അതുമാത്രമാണ് ഈ ഒരു റോയിലെ ക്ലോസ്ഡ് മെഷസ്. അത് തീർന്നതേ ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ലൈവായിട്ട് നോക്കാം. കോർണർ സ്പേസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ദാ ഇവിടം വരെ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയിൻ 1 ചെയ്ത് നിർത്തുക. ദെൻ ഈ കോർണറിൻ്റെ ഇവിടെ കാണുന്ന ഡബിൾ ക്രോഷ്യയുടെ മുകളിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുകയാണ്. യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയിട്ട് ദാ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. കോർണർ സ്പേസിൻ്റെ ഉള്ളിലേക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. നൗ 13 ചെയിൻസ് ഇടാണ്. 1 2 3 13 ചെയിൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് എടുക്കുക. കുറച്ച് ടൈം എടുത്ത് ചെയ്തോളൂ കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. ദാ ഈ ഒരു കോർണർ സ്പേസിൻ്റെ ഉള്ളിലേക്കാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു. ഈ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരെണ്ണം കൂടി, അങ്ങനെ മൊത്തം 3 എണ്ണമായിട്ടുണ്ട്. കണ്ടോ, ഇങ്ങേ സൈഡും ജോയിൻ ആയിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ചെയിൻ 1 ഒരു ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുന്നു. ഇനി ആ ഒരു ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് എത്തുമ്പോൾ എങ്ങനെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ വർക്ക് ചെയ്ത്
ഈ പാലത്തിൽ കൂടെ കടന്ന് നമുക്ക് ഇപ്പുറത്തെത്താന്ന് നോക്കാം. ഇറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദിസ് കോർണർ ആൻഡ് ദിസ് കോർണർ. അപ്പോൾ അതിൽ കൂടെ എങ്ങനെ കടന്നു വന്ന് ഇപ്പുറത്തെത്താം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതെന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുത്ത് ആ ഒരു എഡ്ജിങ് കംപ്ലീറ്റ് ചെയ്യും. സോ ഡോണ്ട് വെറി, നമ്മളൊരു ഒന്നും കാണാതെ അങ്ങനെ ഒരെണ്ണം ഇട്ട് കൊടുക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കാത്തതിനെക്കുറിച്ചും പേടിക്കേണ്ട, ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾ റൈറ്റ്, അപ്പോൾ നിങ്ങൾ അവിടെ വരെ എത്തിക്കോളൂ. ഈ കോർണർ സ്പേസ് വരെ എത്തിക്കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്ത് നേരത്തെ ഇട്ട് കൊടുത്തിരിക്കുന്ന എഡ്ജിങ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്കൊരു ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുകയാണ്. ദെൻ ചെയിൻ 1 ചെയ്യുക. ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിലേക്ക് സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തിട്ടില്ലേ ചെയിൻ 1 ചെയ്ത് ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് ഇതുപോലെ എത്തിക്കുക. ഇപ്പുറത്തുനിന്ന് ഇവിടം വരെ എത്തുക. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്ത് ഇവിടം വരുത്തുക. നമുക്ക് ക്ലോസ്ഡ് മെഷസ് ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഇനി താഴേക്കുള്ള മെഷസ് ചെയ്യാൻ എളുപ്പമാണ്. ഈ റോ തന്നെ ഇവിടെ വരും. അത് ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെ ക്ലോസ്ഡ് ആയിട്ട് വയ്ക്കുക ഈ റോയിൽ. നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള റോ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വൈറ്റ് ആൻഡ് യെല്ലോ കളറിലുള്ള ബോക്സസ് എല്ലാം ക്ലോസ്ഡ് ആണ്. ആഷ് കളറിലുള്ളത് ഓപ്പൺ ആക്കി വെക്കുക. ഇവിടം വരെ കഴിഞ്ഞാൽ താഴോട്ട് ഇനി നിങ്ങൾക്ക് എത്ര നീളം വേണം അവിടം വരെ മെഷസ് ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ വേണ്ടുന്ന നീളമായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ എഡ്ജിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ കണക്കാക്കിയിട്ട് താഴോട്ട് പോകുന്ന കുറച്ചും കൂടെ നീങ്ങിയിട്ട് കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡബിൾ ക്രോഷ്യയുടെ മുകളിലായിട്ട് ഒരു ഡബിൾ ക്രോഷ്യയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്തെ മെഷ് സ്പേസിൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഓൾറെഡി ചെയിൻ സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തത് കൊണ്ട് ഈ ഒരു ഡബിൾ ക്രോഷ്യയുടെ മുകളിലായിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുന്നു. സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ. കണ്ടോ, ഇതുപോലെ ചെയ്ത് തീർത്താൽ മതി. ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് എഡ്ജിങ് ആയിട്ട് കൊടുക്കുന്നത്. ചെയ്ത് ഇവിടം വരെ എത്തു. തുടങ്ങിയോടത്ത് തന്നെ എത്തിക്കഴിഞ്ഞാൽ ഈ ഡബിൾ ക്രോഷ്യയുടെ ഉള്ളിലേക്ക് വേണം നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാനായിട്ട്. ദെൻ ഇവിടെ ചെയിൻ 2 ഉണ്ടല്ലോ, ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് മാർക്കർ അഴിച്ചിട്ട് ഈ ചെയിൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു എഡ്ജിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തെ ഭാഗം കഴിഞ്ഞാൽ നമുക്കിനി മുകളിൽ എഡ്ജിങ് തുടങ്ങിയാലോ. ഒരു കോർണറിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കുക. ദെൻ നമ്മൾ അവിടെ ചെയിൻ 1 ചെയ്യുന്നു, ഒരു ചെയിനും കൂടി ചെയ്യുന്നു. ദെൻ നോർമലി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ആ യാണിങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കത് എൻഡ് വീവിങ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലോട്ട് വയ്ക്കുക. ദെൻ പുറത്തുനിന്ന് ഈ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ വഴി ആ ഒരു യാണിൻ്റെ അവിടെ സെക്യൂർ ആയിരുന്നോളും. അറ്റ് ദ സെയിം ടൈം നമുക്കിതാ ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ ഈ ചെയിൻ 2ൻ്റെ ഉള്ളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. യാൺ കട്ട് ചെയ്യുന്നു. ഉള്ളിലോട്ട് വീവിങ് ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് എപ്പോഴും വീവിങ് ചെയ്യാനായിട്ട് നോക്കുക. ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള എഡ്ജിങ്ങിൻ്റെ ഇവിടെ കണ്ടോ, സ്ലീവ്സിൻ്റെ ഇവിടെ എഡ്ജിങ് ഓൾറെഡി ചെയ്തതാണ്. ഇതും നമ്മളൊന്ന് ലിങ്ക് ചെയ്യണം. ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുള്ള 2 ചെയിൻസിൻ്റെ ഉള്ളിൽ കൂടെ യാണ് നമ്മൾ പതുക്കെ വലിച്ചെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു താഴെ വരെ എത്താം. ഈ ഒരു സ്പേസ് വരെ എത്തിയിട്ടുണ്ട്.
ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പുറത്തെ വശം ചെയ്യുമ്പോൾ പിന്നിലത്തെ കോർണർ കണക്കാക്കി തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാവാം. ഞാനിതിപ്പോൾ ഒന്നായിട്ട് തന്നെയാണ് വെക്കുന്നത്, കൂട്ടുന്നില്ല. ഒരു എഡ്ജിങ് താഴെ മുകളിലും സൈഡിലെല്ലാം ഒരു തവണ മാത്രം ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കിയാലോ. എഡ്ജിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നൂലിൻ്റെ അറ്റങ്ങളെല്ലാം നീറ്റ്ലി വീവിൻ ചെയ്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ടോപ്പിൻ്റെ ക്രോഷിംഗ് വർക്ക് കഴിഞ്ഞു. ഇനി ബ്ലോക്കിംഗ് ആൻഡ് വെയറിംഗ് ആണ് വരുന്നത്, ആൻഡ് സ്റ്റൈലിംഗ് ഓൾസോ.